ഗൈസ് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. നമ്മുടെ ബാക്കിൽ നല്ല കിടിലം വ്യൂ ആണ്. ഫുൾ ആൽപ്സ്, മലനിരകളൊക്കെ നൽകുകയാണ്. സ്ഥലത്ത് വരുന്ന തന്നെ ഭയങ്കര വേർത്താണ്. രക്ഷയില്ല ഗൈസ്, അടിപൊളി വ്യൂ. ഒരു പാലത്തിൻ്റെ വ്യൂ കാണാൻ വന്നിരിക്കുന്നതാണ്. ആൾക്കാരൊക്കെ നല്ല പീസ്ഫുള്ളായിട്ട് ക്യൂവിൽ നിൽപ്പുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇടിച്ചു കുത്തി പാലമൊക്കെ പൊളിച്ചിട്ട് തിരിച്ചു വന്നതാണ്. നമ്മളിപ്പോൾ കണ്ട കാസില് നോയിഷ്വാൻ സ്റ്റെങ് അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ഒരു പാലമുണ്ട്, നല്ല തിരക്കുണ്ട് ഈ പാലത്തിൽ. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഇത് ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷനൊക്കെ ആയപ്പോൾ അതിന് ഇത്രയും തിരക്ക് വരുന്നത് ഇവിടെ. നമുക്ക് നോക്കാം. ഈ ബ്രിഡ്ജിൽ തിരക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ കിടിലം കാസലിൻ്റെ ഒരു വ്യൂ ഉണ്ട്. പല സ്ഥലത്തു നിന്ന് ഈ കാസലിന് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഈ പാലിൽ ചെറിയൊരു ഇളക്കൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല, അന്യായ വ്യൂ ആണ് ഈ പാലത്തിൻ്റെ മേളിൽ. പാലം പൊളിഞ്ഞു കളയാതെ നല്ല തിരക്കുണ്ട് പാലം. ഒരു രക്ഷയില്ല, അടിപൊളി വെള്ളച്ചാട്ടമാണ്. പൈസ രക്ഷയില്ല, അന്യായ ഗ്യാസിൽ. ഓക്കെ, മേളിൽ നിന്നൊരു വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, അതും കൂടെ പോയി നോക്കിയിട്ട് പോവാം. അത്യാവശ്യം നല്ലൊരു കയറ്റമാണിത്. നമ്മൾ കുറേ നേരം ഇപ്പോൾ ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം മല കയറിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയും കൂടെ കയറിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ എന്തായാലും നോക്കാം. അധികം ബാഗൊന്നും എടുക്കാത്തതുകൊണ്ട് സുഖമായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. അതെ, നല്ല വാക്കിംഗ് ഷൂസൊക്കെ ഇട്ട് വരണം, എന്നാലേ കുറേ നടക്കാൻ പറ്റത്തുള്ളൂ. തിരിച്ചു പോകാൻ നിൽക്കായിരുന്നു, അപ്പോഴത്തേക്കൊരു ലേക്ക് ഉണ്ട് താഴെ. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. കുറേ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. താഴെ നല്ല വ്യൂ ആയിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ലേക്ക് കാണാൻ എഴുതിയിട്ട് വേറൊരു ഷോർട്ട് കട്ട് കൂടെ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ചുമ്മാ ചോദിക്കാം, താഴെ ഒരുപാട് നടക്കാനുണ്ടെങ്കിൽ എന്താവുമെന്ന്. അപ്പം ഒരാൾ പറഞ്ഞ് നേരെ മെയിൻ റോഡിലേക്ക് എത്തുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ലേക്കാന്ന് വിചാരിച്ച് എന്തായാലും നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് പെട്ടെന്ന് എത്തി. ഇത് ഈസി വഴിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ലാഭം കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും താഴെ ചെന്ന് താഴെ ഒരു ക്യാസിലുണ്ട്. അപ്പോൾ അതിനകത്ത് കയറാൻ ഏകദേശം ഒരാൾക്ക് 18 യൂറോ കൊടുക്കണം. അപ്പോൾ ഈ ക്യാസിലിനകത്ത് കയറണമെങ്കിൽ ഏകദേശം നമുക്ക് 2 പേരും കൂടെ 40 യൂറോയ്ക്ക് അടുത്ത് കൊടുക്കണം. അപ്പോൾ അത് കാരണം കയറണോ വേണ്ടതെന്നുള്ള ആലോചനയിലാണ്. 40 യൂറോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട്. പക്ഷെ എന്നാലും നോക്കാം നമുക്ക് എന്തായാലും. ഇന്ന് ഒന്നും പറയാനില്ല, നല്ല കിണ്ണം കാഴ്ച ക്ലൈമറ്റാണ്. നമുക്ക് എന്തായാലും കഴിക്കാൻ വാങ്ങണം, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളിവിടുന്ന് ഒരു സോസേജ് വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ഫുഡാന്ന് തോന്നുന്നു. What is this? You speak English? Yeah. What is this? It's, I don't know this. Yeah, it's like a punch. It's Donuts. കണ്ടോ? this one is ബ്ലൂ വൈൻ വേണോ? ഇന്നുണ്ട്.
1 sausage. Okay, do you want the red sausage or white sausage? Like we have regular hot dog or Bavarian style? ബവേറി എന്തോ സ്പെഷ്യലാണ് കിട്ടുമ്പോൾ നോക്കാം. താങ്ക് യു. കഴിച്ചു നോക്കാം. അടിപൊളി. നമ്മളിന്നിപ്പോൾ മേടിച്ചത് ബവേറിയൻ സോസേജ് എന്ന് പറഞ്ഞൊരു ഇതിങ്ങനെ തന്നെയാണോ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കൊള്ളാം. ലാസ്റ്റ് ദിവസം ഒരു ഇതേപോലത്തെ സോസേജ് കഴിച്ചപ്പം ഒരു ഓക്കെ ആയിരുന്നു, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. എന്തോ വൈറ്റ് കളർ സോസേജ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഒക്കെ കാണാനുണ്ടോ നോക്കണം. നമുക്ക് ഇച്ചിരി കൂടെ സമയമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സമയമുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൂടെ ഒക്കെ ചുമ്മാ കറങ്ങിയിട്ട് പോവാം. നമ്മൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ച് ബസ്സിന് കയറി പോകണമെങ്കിൽ ഇവിടെ ഒരു വലിയ ക്യൂ ഉണ്ട്. ഇത് മൊത്തം നിന്നാലേ ബസ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഫ്യൂസൺ വിടുകയാണ്. ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ അടുത്ത ഏത് പ്ലാറ്റ്ഫോമിലാണ് നോക്കട്ടെ ആദ്യം. ഇപ്പോൾ ഇവിടുന്ന് നേരെ വണ്ടി വിളിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് അകത്തേക്ക് പോയി ട്രെയിൻ കയറണം. ആദ്യം ട്രെയിനിൽ കയറണം, എന്നാലേ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ച സീറ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇന്നൊരു കിടിലൻ ദിവസമായിരുന്നു, ഒന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ. നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു രക്ഷയിൽ ഇന്ന് നല്ല കിണ്ണം ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് നല്ല കുറേ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോയ്ഷ്വാൻസ്റ്റീൻ അങ്ങനെ തോന്നുന്നു ആ കാസിൽ പോയി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. തിരിച്ച് ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ വരുന്നുണ്ടാവും. നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, അത്യാവശ്യം എല്ലാം കണ്ടു കഴിഞ്ഞ് എന്താ പറയുക, ആൽപ്സ് മൗണ്ടനും എല്ലാം മഞ്ഞ് മൂടി കിടക്കണ ഒരു അന്യായ കാഴ്ചയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇരുട്ടാറായി. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നാളെ കാണാം. ഓക്കെ, ബൈ.